നമസ്കാരം, വെട്ടന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മുസ്തഫ രാജിവെച്ചു. മണികണ്ഠന്റെ വേറിട്ട സമരം ഫലം കണ്ടു. ചമ്പ്രോട്ടം റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങി. കേപുരം GLP സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൃഷിഭവനുള്ള പുരസ്കാരം താനൂർ കൃഷിഭവന്. മംഗലം പഞ്ചായത്തിൽ കാർഷിക ദിനാഘോഷവും കർഷകരെ ആദരിക്കലും നടത്തി. പഞ്ചാരമൂലയിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും രോഗി സഹായ ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മുസ്തഫ രാജിവെച്ചു. ഇന്ന് രാവിലെ 11:20 രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയത്. കോൺഗ്രസ് അംഗമായ KT മുസ്തഫ 4.5 വർഷത്തിന് ശേഷമാണ് രാജിവെക്കുന്നത്. തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മുസ്തഫ രാജിവെച്ചു. UDF ധാരണാപ്രകാരം പ്രസിഡന്റ് സ്ഥാനം ലീഗ് കോൺഗ്രസിന് കൈമാറേണ്ടതാണ്. എന്നാൽ ഇതുവരെ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. 4.5 വർഷക്കാലം പൂർണ്ണ തൃപ്തിയോടെ ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ പാർട്ടിക്ക് കിട്ടുന്ന മുറക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക എന്നുള്ള പാർട്ടിയുടെ തീരുമാനപ്രകാരം, ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് രാജി വെച്ചിരിക്കുകയാണ്. കാരണം ഏതാണ്ട് 4.5 വർഷക്കാലം വളരെ ഭംഗിയോട് പഞ്ചായത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. UDF സംവിധാനത്തിലൂടെ അല്ലാത്തവരെയും നമ്മൾ പൂർണ്ണമായിട്ട് കൂടെ നിർത്താനും സാധിച്ചിട്ടുണ്ട്. ലീഗ് മുന്നണി മര്യാദ പാലിക്കാൻ തയ്യാറാക്കാത്തതിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തിയിലാണ്. വെട്ടന്യൂസ് തിരുനാവായ. മണികണ്ഠന്റെ വേറിട്ട സമരം ഫലം കണ്ടു. ചമ്പ്രോട്ടം റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങി. ചമ്പ്രോട്ടം റോഡിലെ കുഴിയിൽ വീണ് അപകടം പെരുകിയതോടെയാണ് ചമ്പ്രോട്ടം സ്വദേശി ശങ്കരൻ പറമ്പിൽ മണികണ്ഠൻ ചമ്പ്രോട്ടം ജംഗ്ഷന് സമീപത്തെ റോഡിൽ വലിയ കുഴിയിൽ കസേരയിട്ട് പ്രതിഷേധിച്ചത്. രാവിലെ 9 മണിയോടെ ആരംഭിച്ച പ്രതിഷേധം വൈകിട്ട് 6 മണിയോടെയാണ് അവസാനിച്ചത്. ചമ്പ്രോട്ടം റോഡിലെ കുഴിയടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കുഴിയിലിരുന്ന് ഒറ്റയാൾ പ്രതിഷേധവുമായി ചമ്പ്രോട്ടം സ്വദേശി ശങ്കരൻ പറമ്പിൽ മണികണ്ഠൻ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് മണികണ്ഠൻ സമരം സംഘടിപ്പിച്ചത്. തുടർന്ന് റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങി. തിരൂർ ചമ്പ്രോട്ടം പാതയിലെ കുണ്ടും കുഴിയും നിരന്തരം മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ്. നിരവധി അപകടങ്ങളും മരണങ്ങളും പതിവായിട്ടും വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്തിട്ടും അധികാരികൾ മൗനത്തിൽ തന്നെയാണ്. താൽക്കാലിക പരിഹാരമല്ല, ശാശ്വത പരിഹാരം വേണമെന്നാണ് മണികണ്ഠനും നാട്ടുകാരും പറയുന്നത്. അപ്പൊ നമുക്ക് പൊതുവായിട്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം 3 പ്രധാന സ്കൂളുകളുണ്ട്. ആ സ്കൂൾ വാഹനങ്ങൾ സമയം തെറ്റിയിട്ടുള്ള വരവ്, കുട്ടികൾക്ക് സമയം തെറ്റിയുള്ള പോക്കുകൾ, അതുപോലെ തന്നെ ബസ്സുകളുടെ സമയം നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ടല്ലോ. ആ സമയം കഴിഞ്ഞ് 3 മിനിറ്റ് കഴിഞ്ഞ് വൈകിട്ടുള്ള ഓട്ടങ്ങൾ, ആ ഓട്ട സ്പീഡിൽ നമ്മൾ എന്ത് വന്നാൽ ഡ്രൈവർമാരെ എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള സൗകര്യം റോഡിനില്ല. സൗകര്യം മാത്രമല്ല, റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. ഇനി ഒരിക്കലും ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു സ്വന്തമായിട്ടൊരു തീരുമാനമായിരുന്നു
ഒരു കാലത്ത് 9 മണി വരെ അത് ആ മഴയും ആ വെയിലും കൊണ്ടിട്ട് ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സർക്കാരിന് ഒരു രാഷ്ട്രീയപരമായിട്ട് ആരും കുറ്റം പറഞ്ഞില്ല, പഞ്ചായത്തിനും കുറ്റം പറഞ്ഞില്ല. ഇതിൽ 80% ശരിയായെന്ന് ഇന്ന് കുഴപ്പമുണ്ട്. ഇനി മണ്ണ് പോവാം, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ അത് ടാറിങ് നടത്തി നല്ല സുഗമമായിട്ട് ഈ ദേശീയപാത സഞ്ചാരയോഗ്യമാക്കണം, ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതുപോലുള്ള കുഴികൾ നമ്മുടെ ഈ ഭാഗത്ത് ഈ പഞ്ചായത്തുകളിൽ പല ഭാഗങ്ങളിലുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളൊരു പ്രതിഷേധത്തിന് കാത്തു നിൽക്കാതെ അത് ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. ഒരാളെ പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു പ്രതിഷേധത്തിനോ നിൽക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ മണികണ്ഠൻ ചെയ്തതുപോലെ ഒരു പ്രതിഷേധത്തിന് നിൽക്കാതെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഈ നാട്ടിനും. ഒരുപാട് അപകടങ്ങൾ വന്നിവിടെ, പിന്നെ സ്കൂൾ കുട്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് യാത്രക്കാർക്ക് വാഹനങ്ങളുടെ കേടുപാടുകൾ, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ഗവൺമെന്റ് നല്ലൊരു തീരുമാനത്തിൽ ഇതുപോലെ സ്വയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. 4 വർഷമായിട്ടും റോഡിലെ കുഴി അടക്കാത്തതിലാണ് പ്രതിഷേധം ഉയർന്നു വരാൻ കാരണം. റോഡിലെ കുഴികൾ കാരണം ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. വെട്ടന്യൂസ് ചമ്പ്രവട്ടം. അങ്കണവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉറപ്പാക്കാൻ കഴിഞ്ഞതായി മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. കേപുരം GLP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുകൾ നിലയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു പ്രദേശത്തിന്റെ സമഗ്ര വികസനമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്നും താനൂർ മണ്ഡലത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി 200 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തോടൊപ്പം ആരോഗ്യ മേഖലയിലും കാര്യക്ഷമമായ പുരോഗതി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാർഷിക പദ്ധതി വിഹിതമായ 1 കോടി രൂപ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണവും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മുകളിലത്തെ നിലയും നിർമ്മിച്ചിട്ടുള്ളത്. താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലികയുടെ അധ്യക്ഷതയിൽ PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപാലൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അബ്ദുറസാഖ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KV സിനി, അമീറ കുനിയിൽ, പഞ്ചായത്ത് അംഗം P ജ്യോതി, BPC N റിയോൺ ആന്റണി, സമീർ അക്കര, O സുരേഷ് ബാബു, പ്രദീപ് കുമാർ, VP പ്രീന തുടങ്ങിയവർ സംസാരിച്ചു. P സതീശൻ സ്വാഗതവും ഹെഡ്മാസ്റ്റർ VP അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് താനൂർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം താനാളൂർ കൃഷിഭവൻ ഏറ്റുവാങ്ങി. 5 ലക്ഷം രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും അടങ്ങിയതാണ് പുരസ്കാരം. കർഷക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിൽ നടന്ന സംസ്ഥാനതല ചടങ്ങിൽ വെച്ചാണ് കൃഷിമന്ത്രി P പ്രസാദ് പുരസ്കാരം സമ്മാനിച്ചത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ 2025 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം താനാളൂർ കൃഷിഭവൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ സർട്ടിഫിക്കറ്റ് കൈമാറി. താനാളൂർ കൃഷിഭവന് വേണ്ടി ജില്ലാ പ്രിൻസിപ്പൽ കൃഷിഭവൻ ഓഫീസർ S ബീന, താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക, അംഗങ്ങളായ ചാത്തേരി സുലൈമാൻ, ഇടമരത്ത് അബ്ദുൾ റസാഖ്, തെയ്യമ്പാട്ടി കുഞ്ഞാപ്പ, കൃഷിഭവൻ ഓഫീസർ ഡോക്ടർ P ശില്പ, കൃഷി ആസൂത്രണ സമിതി അംഗങ്ങളായ മുജീബ് താനാളൂർ, E ജയപ്രകാശ്, കർഷകരായ V കുഞ്ഞീത്തു, കള്ളിക്കൽ റസാഖ്, VP അബു, പാറപ്പുറത്ത് അയ്യൂബ്, M ജബ്ബാർ, TT ജംഷീർ, പുത്തൻവീട്ടിൽ വിജയലക്ഷ്മി, VP പ്രേമലത തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തൃശൂർ. കർഷക ദിനം മംഗലം പഞ്ചായത്തിൽ സമുചിതമായി ആഘോഷിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. പരിപാടി K പാത്തുമ്മക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. മംഗലം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇബ്രാഹിം ചേന്നര, KT റാഫി, നിഷ രാജീവ്, P ശരണ്യ, CMT സീതി, OT ഭരതൻ, KV സുരേന്ദ്രൻ, P അഷ്കർ അലി, ഷീജ, KVE ഹുസൈൻ, PV ലത്തീഫ്, സബ്ന തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച കർഷകനായ KM ഗോപാലകൃഷ്ണൻ, അലവി മാത്തൂർ, KK അബ്ദുള്ളക്കുട്ടി, KE സൽമാൻ, PK ഇസ്മായിൽ, PT കാർത്തിയായനി, വലിയ കുളങ്ങര പ്രദീപ് കുമാർ, VP ലൈല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വെട്ടന്യൂസ് മംഗലം. നിറമരുതൂർ EMS സാംസ്കാരിക വേദി സോപാനം കേപുരത്തിന്റെ സഹകരണത്തോടെ പഞ്ചാരമൂലയിൽ കോഴിക്കോട് കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നിറമരുതൂർ സർവീസ് സഹകരണ ബാങ്ക് നൽകിയ രോഗീ സഹായ ഉപകരണവും വിതരണം ചെയ്തു. നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നിറമരുതൂർ EMS സാംസ്കാരിക വേദി സോപാനം കേപുരത്തിന്റെ സഹകരണത്തോടെ
പഞ്ചാരമൂലയിൽ കോഴിക്കോട് കോംട്രസ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നിറമരുതൂർ സഹകരണ ബാങ്ക് നൽകിയ രോഗീ സഹായ ഉപകരണങ്ങളുടെ വിതരണവും ചെയ്തു. നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി ചെയർമാൻ ഇസ്ഹാഖ് പാറയിലിന്റെ അധ്യക്ഷതയിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ VEM ഇക്ബാൽ, പഞ്ചായത്ത് അംഗം K ഹസീന, സിറ്റി അബ്ദുറഹിമാൻ, രാജൻ, K പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് നിറമരുതൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.